Genesis chapter 49 verse 22, 23 and 24. വായിച്ചാട്ടെ. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലവൻ്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. Thank you. Stefia, if you can lead in English. Joseph is a fruitful vine near a spring, whose branches climb over a wall. With bitterness archers attacked him. They shot at him with hostility. But his bow remained steady. His strong arm stayed limber because of the hand of the mighty one of Jacob, because of the shepherd, the rock of Israel. Amen. ദൈവവചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. And I praise God for the Lord's word. വളരെ പ്രാർത്ഥനയോടെ ഏകാഗ്രബോധത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. Let us be in concentration in the presence. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. Here it is very known word that we have read. യോസേഫിനെ കുറിച്ച് നമുക്കെല്ലാം ഒത്തിരി കാര്യങ്ങൾ അറിയാം. We know more about Joseph. ഒരു 10 കാര്യം യോസേഫിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 10 കാര്യം ഇപ്പോൾ പറയും. If I tell you to tell about 10 things about Joseph, you will correctly tell it right now. യാക്കോബിന്റെ മകൻ എന്ന് പറയാം. You may say that it's his son of Jacob. കുറ്റം ചെയ്യാതെ പീഡിപ്പിക്കപ്പെട്ടവൻ എന്ന് നമുക്ക് പറയാം. We can always say that he was a person who has never been accused. സഹോദരങ്ങളാൽ പൊട്ട കിണറ്റിൽ എറിയപ്പെട്ടവൻ എന്ന് നമുക്ക് പറയാം. We can say that he was betrayed by his own sons. അവിടുന്ന് അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടവൻ എന്ന് നമുക്ക് പറയാം. We can say that he was sold in the slave market. തീർന്നില്ല, അവിടെ നിന്ന് പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് അടിമയായി വിറ്റ യോസഫിനെ കുറിച്ച് നമുക്കറിയാം. And we can see he was sold to the Potiphar's family. അവിടെ നിന്ന് ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പോകേണ്ടി വന്ന യോസഫിനെ നമുക്കറിയാം. We can say without anything that he has done wrong, he went into jail. That's what Joseph we know. ജയിലിൽ കിടന്നപ്പോൾ വ്യാഖ്യാന ശുശ്രൂഷ ചെയ്ത യോസഫിനെ നമുക്കറിയാം. And we can see a Joseph who translated the ministry. Translation ministry was given to him. അവിടെ വന്ന വിഷനെ വ്യാഖ്യാനിച്ച യോസഫിനെ നമുക്കറിയാം. And we can say the vision that was given to him, he even told it in mystery to the people. അത് മുഖാന്തരം മന്ത്രി പദത്തിലേക്ക് വരെ എത്തിയ ഒരു യോസഫിനെ നമുക്ക് പരിചയമുണ്ട്. And we know the minister because of that particular talent that he was being raised to a minister. അപ്പം ഇതൊക്കെ യോസഫിനെ കുറിച്ച് പരിചിതമുള്ള ഭാഗങ്ങളാണ്. These are all known things about Joseph. എന്നാൽ യോസഫിനെ കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. But here is a testimony from God about Joseph. ആ സാക്ഷ്യമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചു കേട്ടത്. And this is what we have read this morning. എന്താണ് ദൈവം പറയുന്നത്? What did God say to him? യോസേഫ് ഒരു ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. Joseph is a fruitful vine. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് പകലിലും ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്താണ് സാക്ഷ്യം പറയാൻ കഴിയുക? If that's so, then what is the testimony that God wants to give about us? തിരുവചനത്തിൽ ദൈവഭക്തന്മാരെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. We can see for the God's servants were given testimony by God. ഹാനോക്കിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. We can say for Enoch, God gave a testimony. ഹാനോക്കിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവൻ 1000 പാട്ടെഴുതിയ ഹാനോക്കെന്നല്ല, അല്ലെങ്കിൽ ഒരു 10,000 പ്രസംഗം പ്രസംഗിച്ച ഹാനോക്കൊന്നുമല്ല. ദൈവം പറഞ്ഞത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ്. We can say God said about Enoch that he always pleased, but he never said that he wrote many songs or a songwriter. ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. We can see the testimony was given to David also. എന്താണ് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം? What did God say his testimony about David? ദാവീദോ എനിക്ക് ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. He says that he is a man of my heart. ഹല്ലേലൂയ. Hallelujah. തീർന്നില്ല, അബ്രഹാമിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. We can see that even Abraham was given a testimony by God. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഇതാണ്. This is what was the testimony. ദൈവം എൻ്റെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് കൊടുത്തു. It was said that he is a friend of God. അബ്രഹാം എൻ്റെ സ്നേഹിതൻ എന്ന് ദൈവം പറഞ്ഞു. He says Abraham is a friend of God. അപ്പം ഇവിടെ യോസേഫിനും ദൈവം ഒരു സാക്ഷ്യം പറയുകയാണ്. Here also Joseph has been given a testimony by God. എന്താണ് ദൈവം പറയുന്ന സാക്ഷ്യം? What is the testimony? അവൻ തന്റെ സഹോദരന്മാർ വിൽക്കപ്പെട്ടവൻ എന്ന സാക്ഷ്യമല്ല ദൈവം പറയുന്നത്. It's not the testimony of a slavery or being sold into slavery. മന്ത്രിയായ യോസഫ് എന്നല്ല ദൈവം പറയുന്നത്. God doesn't say that he's a person who was a minister. ദൈവം പറയുന്ന സാക്ഷ്യം യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. And the testimony is so that Joseph is a fruitful vine. ഹല്ലേലൂയ. Hallelujah.
ഒരു ചിന്ത കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കേട്ടത് നിങ്ങളോട് പറയുകയാണ്. And this is one of the thought that I heard. I just wanted to let you know. ഒരു അമ്മച്ചി ഒരു ശവക്കല്ലറയിൽ തൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഇന്നത് എഴുതി വെക്കണമെന്ന് അവരോട് പറഞ്ഞു. And an old woman just tell to her sons that on my graveyard you should write such things when I die. വരുന്നവരെല്ലാം ഈ സാക്ഷ്യം വായിക്കണമെന്ന് അവർ. And everybody who comes to my graveyard should read this testimony. അമ്മച്ചി ഇങ്ങനെയാണ് ആ ശവക്കല്ലറയിൽ എഴുതാൻ അവരോട് പറഞ്ഞത്. And this is what she asked them to write it all. കുറച്ചു കാലം മുൻപ് ഞാൻ നിങ്ങളെ പോലെ ആയിരുന്നു. And sometime before I was exactly like you. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെയാകും. After some time you also will become like me. മനസ്സിലായോ? കുറച്ചു കാലം മുമ്പ് ഞാനും നിങ്ങളെ പോലെ ഇവിടെ വന്ന് ഇങ്ങനെയെല്ലാം കണ്ടു കേട്ടു പോയി. And sometime before that I used to come exactly like you and used to come and go. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെയാകും. And after some time you will also become like me. വളരെ ചിന്തനീയമായ ഒരു സാക്ഷ്യം. Very thoughtful testimony. പ്രിയരെ, ഇന്ന് പകലിലും ദൈവത്തിന് എന്താ നമ്മളെ കുറിച്ച് പറയാനുള്ളത്? Oh beloved, what does God wants to give us testimony ബെറിലിനെ about us? നോക്കുമ്പോൾ ദൈവത്തിന് എന്താണ് സാക്ഷ്യം പറയാനുള്ളത്? God looks at me, what is the testimony God gives? ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ വചനത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് Before I step into my ഒരു സ്വയ word, പരിശോധന നിങ്ങൾ നടത്തണം. you have to really reconcile yourself. പ്രത്യേകിച്ച് വർഷത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ And especially when we are coming towards the end of the year, നമ്മളെ തന്നെ ഒരു സ്വയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. we have to self-examine ourselves. എൻ്റെ ദൈവം എന്നെ കുറിച്ച് എന്താണ് പറയുക? What does God tell അപ്പം about ഇവിടെ me? യോസേഫിനെ കുറിച്ച് പറയുന്നു. Here God is telling about Joseph. യോസേഫ് ഒരു വൃക്ഷമാണ്. Joseph is a fruitful. തിരുവചനത്തിൽ 3 തരം വൃക്ഷങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. There are 3 types of trees we can learn from the word of God. ഒന്ന് ഫലമുള്ള വൃക്ഷം. A tree that produces fruit. 2 ഫലമില്ലാത്ത വൃക്ഷം. Second, a tree that doesn't produce the fruit. 3 ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. And a fruit that gives a totally different type of fruit that doesn't belong to him. വൃക്ഷങ്ങൾ 3 കാറ്റഗറിയിലാണ് പെടുക. And the trees belong to 3 categories. ഒന്ന് നല്ല ഫലം കായ്ക്കുന്ന Number വൃക്ഷം. 1, they give a really good fruit. 2 ഫലം കായ്ക്കാത്ത വൃക്ഷം. Second one, they never give fruit. 3 ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. And the third, it produces other food than it belongs to. എൻ്റെ പ്രിയരെ, ഇന്ന് പകലിലും Oh my beloved, today നമ്മൾ ഈ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ്. we are people of one of these categories. ഒന്നെങ്കിൽ നമ്മൾ നല്ല ഫലം കായ്ക്കുന്നവരാകാം. One may be that you are really having a good fruit. അല്ലെങ്കിൽ ഫലമില്ലാത്തവരാകാം. Second, either you are not having fruit. അതുമല്ലെങ്കിൽ ആകാത്ത ഫലം Or കായ്ക്കുന്നവരാകാം. if it is not, then you produce a other type of fruit. നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് Our God wants from us is നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം we should എന്നുള്ളതാണ്. be a tree that giveth a good fruit. ഇന്ന് പകൽ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് സ്വയശോധന ചെയ്യണം. Self-examine yourself today. ഞാൻ ഏത് കാറ്റഗറിയിൽ പെടും? Which category I belong to? ഞാൻ നല്ല ഫലം കായ്ക്കുന്നവനാണോ? Am I a person with a good fruit? അതോ എന്നിൽ ഫലമില്ലേ? Or is it not that I don't have any fruit? അതോ ആകാത്ത ഫലം Or കായ്ക്കുന്നവനാണോ? do I produce other food other than I belong to? ഹല്ലേലൂയ. Hallelujah. കായ്ക്കാത്ത വൃക്ഷത്തിനെ സംബന്ധിച്ച് തിരുവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ വാക്യങ്ങളുണ്ട്. And we can see there are many verses about the trees that produces other type of fruit. ഫലമുള്ള വൃക്ഷത്തെ കുറിച്ച് വാക്യങ്ങളുണ്ട്. There are many verses about the tree that doesn't produce the fruit. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to John chapter 15 verses 5, അവിടെ ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. we can see there a tree that bear the fruit. ഇങ്ങനെയാണ് പാസ്റ്റർ പറയുന്നത്, This is what it's been told. ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ I കൊമ്പുകളുമാകുന്നു. am vine and you are the branches. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ If a man remains in me and I in him, അവൻ വളരെ ഫലം കായ്ക്കും. and he will bear much fruit. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. Apart from me you cannot do anything. അപ്പം എപ്പോഴാണ് നല്ല ഫലം കായ്ക്കാൻ കഴിയുക? When can you produce a good fruit? കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കുമ്പോൾ, When we walk with our God. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, When Lord is reigning
living in us. ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മൾ മൂവ് ചെയ്തു തുടങ്ങുമ്പോൾ, When we move in the presence of God, ദൈവത്തോട് കൂടെ നമ്മൾ ചലിച്ചു തുടങ്ങുമ്പോൾ, when we start walking with God, നമ്മളിൽ നല്ല ഫലം കഴിക്കാൻ തുടങ്ങും. we will bear much good fruit. എപ്പോഴാണ് ഫലമില്ലാത്ത അവസ്ഥ? When do we have a fruit that doesn't അതിനും have വചനം produce? പറയുന്നുണ്ട്. And this is what the word says. നിങ്ങളുടെ ശ്രദ്ധയെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. Let us all go back to Luke chapter 13. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. And this is what we read. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം Luke chapter 13. അതിന്റെ 7-ാമത്തെ വാക്യം. And on the 7th verse, അവൻ തോട്ടക്കാരനോട്, and he said to the man who takes care of the vineyard, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരയുന്നു, and I am looking for 3 years for a fruit, കാണുന്നില്ല താനും. but I have not found. അതിനെ വെട്ടിക്കളക. So cut it down. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? Why should it spoil the soil? അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്. Next verse says like this. അതിനവൻ, And he said to that, കർത്താവേ, O Lord, ഞാൻ അതിന് ചുറ്റും കിളച്ചു, and I have done all around, dig round it, അതിന് വളമിടുവോളം and let me wait till I ഈ fertilize it. ആണ്ട് കൂടെ ഒന്ന് നിൽക്കട്ടെ. Let spare it for 1 more year. നോക്കിക്കേ, ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ കുറിച്ച് Oh, here is a tree that doesn't bear the fruit. ഇവിടെ വായിച്ചത്. This is what it says. ദൈവം ഒരു ചാൻസും കൂടെ കൊടുക്കുക. God is giving you 1 more chance. അപ്പോൾ തന്നെ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ കുറിച്ച് But the tree that doesn't bear the much fruit, യെശയ്യാ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. Isaiah chapter 5, I turn your attention. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. And this is what it says. 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, In the 4th verse it ഞാൻ says, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? അടുത്ത വാക്യം, ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. നോക്കിക്കേ, 3-ാമത്തെ ഭാഗം, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. and here is a tree that doesn't produce, that produces other fruit. അപ്പൊ ഞാൻ പറഞ്ഞു 3 വൃക്ഷത്തെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. I always explained about 3 types of trees. 1, നല്ല ഫലം കായ്ക്കുന്നത്. Number 1, a good fruit tree. 2, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം. The second, the tree that produces the no fruits at all. 3, ആകാത്ത ഫലം കായ്ക്കുന്നത്. And the third, the tree that produces other fruits. 1-ാം ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. We are getting into the first fruit. ലൂക്കോസിന്റെ സുവിശേഷം 13-ന്റെ 7 വന്നേ. Luke chapter 13 verses 17 we read. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. And the 7th verse we read like this. തോട്ടക്കാരൻ വരികയാണ്. And here is the vineyard coming. തോട്ടക്കാരനോട് യജമാനൻ വന്ന് ചോദിക്കുന്നു. And here is the master coming into the garden. ഞാൻ 3 സംവത്സരമായി വാച്ച് ചെയ്യുകയാണ്. I am looking for 3 years now. ഒരു ഫലത്തിന് വേണ്ടി ഞാൻ വാച്ച് ചെയ്യുന്നു. I was watching for a fruit. എന്നാൽ 3 സംവത്സരമായിട്ട് ഞാൻ അതിൽ ഫലം കാണുന്നില്ല. 3 years I couldn't find it. അതുകൊണ്ട് നീ ഇതിനെ വെട്ടിക്കളയണം. Therefore cut it down. എന്തിനാണ് ഭൂമിയെ നിഷ്ഫലമാക്കുന്നത്? Why does the soil is being wasted? അതിന് തോട്ടക്കാരൻ ഇടം നിന്നിട്ട് And here is the gardener standing in midst. ഇന്റർസീഡ് ചെയ്തിട്ട് പറയുകയാണ്, And here is interceding and saying, യജമാനനെ, Oh my master, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. oh let it be 1 more year. ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചു, I will give it water. ഞാൻ ഇതിന് വളമിട്ടു. I gave it fertilizer. നോക്കാം നമുക്ക് ഒരു വർഷം കൂടെ. I will just wait for 1 more year. ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. Let me tell you in the morning. ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന് കുഞ്ഞെ ഒരു ചാൻസ് കിട്ടും. Oh, there is 1 more chance for the tree that doesn't produce the fruit. ഈ ആണ്ടിന്റെ അവസാനത്തിലേക്ക് നമ്മൾ When വരുമ്പോൾ we come to the year end, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ നിന്നത്. it is not because of our strength that we stood up. നമ്മുടെ ബുദ്ധി കൊണ്ടുമല്ല നമ്മൾ നിന്നത്. And this is not because of our own knowledge. നമ്മുടെ പിടിപാട് കൊണ്ടുമല്ല നമ്മൾ നിന്നത്. It is not because of our own authority. മറന്നു പോകരുത്. We should not forget about it. യജമാനൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുകയാണ്. Master is waiting for you. നിന്നിൽ നിന്നൊരു ഫലം അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. He is expecting a fruit from you. ഇന്ന് പകലിലും നല്ല ഫലം കായ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, And if we don't produce a good fruit, ഇന്ന് പകലിൽ നിങ്ങളിൽ നിന്നൊരു പ്രാർത്ഥന ഉയരണം. you have to raise a prayer from you. ദൈവമേ, നല്ല ഫലം കായ്ക്കാൻ അവിടുന്ന് എനിക്ക് കൃപ തരണമേ. Oh Lord, give me the grace to have a good fruit in me. ഹല്ലേലൂയ. പ്രിയരേ, നമ്മൾ നിന്നത് കൃപയാലാണ്. We stood just because of grace.
ദൈവം ഒരു അവസരം കൂടെ നീട്ടിത്തന്നത് കൊണ്ടാണ് ഇന്ന് പകലിൽ നമ്മൾ നിൽക്കുന്നത്. God has given us one more opportunity. That's the reason we are here today. അവസരങ്ങൾ നീട്ടിത്തന്ന ദൈവത്തിന് ഇന്ന് പകലിൽ എത്ര പേർക്ക് സ്തോത്രം How ചെയ്യാൻ many കഴിയും? people can praise God that He has given one more chance? നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ കൊണ്ടൊന്നും അല്ല അപകടം വരാത്തത്. It is not because of the specification that of your car that the accidents don't നമ്മൾ come. സൂക്ഷിച്ചു പോയിട്ടൊന്നും അല്ല നമുക്ക് അപകടം വരാത്തത്. It is not that we are very careful on the road that the accidents didn't happen. നമ്മളെ ദൈവം നിർത്തിയിരിക്കുക. God has made us stand. നമ്മളെ ദൈവം നിർത്തിയിരിക്കുക. God has protected us. അവൻ ചിലത് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. And He is expecting something from നമ്മുടെ ഒരു അവയവം പണി തന്നാൽ തീരാവുന്നതേ ഉള്ളു കേട്ടോ. നമ്മളെ you. If one of our organs give us a good time, that's all we are. നമ്മുടെ ഒരു അവയവം നിശ്ചലമായാൽ തീരാവുന്നതേ ഉള്ളു നമ്മള്. If one of the organs just stop working, we are all done. ഇന്ന് പകലിലും ആരോഗ്യത്തോടെ ഇവിടെ വന്നിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അവൻ കൃപ തന്നതോർത്ത് ഇന്ന് പകലിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആ കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. Thank you, Jesus. ഹല്ലേലൂയ. ഫലമില്ലാത്ത വൃക്ഷത്തിന് ദൈവം ഒരവസരം തരും. And here is God giving one more chances for the trees that don't produce fruit. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. That's what we read in the verse. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകലിൽ അവസരങ്ങളെ പാഴാക്കി കളയരുത്. And let me tell you that you should not spoil the chances. ഞാൻ പിന്നെ നന്നായി കൊള്ളാമെന്ന് പറഞ്ഞിരിക്കരുത്. And you should never tell that, okay, I will be okay later. കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. And at the time that God gives you, you have to use it as early as possible. കാരണം ഫലം അന്വേഷിക്കുന്ന ഒരു ഉടയവൻ നിനക്കുണ്ട്. Because there is a creator that looks for the fruit from you. അവൻ ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. And he is still looking out for you. നിന്നിൽ നിന്നൊരു നല്ല ഫലത്തെ അവൻ അന്വേഷിക്കുന്നു. And he is looking out for a good fruit from you. ഹല്ലേലൂയ. Hallelujah. ഇവിടെ നമ്മൾ വായിച്ച വാക്യം 3 സംവത്സരമായിട്ട് അവൻ അന്വേഷിക്കുകയാണ്. Here in the verse we read that he is searching for 3 years. അതിന് ബൈബിൾ ചിന്തകന്മാർ അനേക വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. And there are many types of translations that it has been given about this verse. പ്രത്യേകിച്ച് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ In respect to the Jews, നമ്മുടെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചത് 3 സംവത്സരമാണ്. our Jesus lived 3 years. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ, And just because that he ജീവിച്ചിരിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ in respect to us who are living, ഈ 3 വർഷം എന്ന് പറയുന്നത് this 3 years 3 കാലഘട്ടങ്ങളെ കാണിക്കുന്നു. they tell you about 3 different ages. ഒന്ന് നമ്മുടെ ബാല്യം, One is the childhood, 2 നമ്മുടെ യൗവനം, and second is our youth, 3 നമ്മുടെ വാർദ്ധക്യം. and third is our old age. ഈ 3 കാലഘട്ടങ്ങളിലും ദൈവം ഫലം അന്വേഷിക്കും. And in 3 different ages God will seek for fruit. ഞാൻ വാർദ്ധക്യത്തിലായതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കത്തില്ലെന്ന് പറയാൻ കഴിയത്തില്ല. You are not supposed to say that I am in an old age and I will not produce ഏത് fruit. കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും In every age, ദൈവത്തിന് അതൊരു വിഷയമല്ല. God doesn't matter if anybody on that. ദൈവം അന്വേഷിക്കുന്നത് ഒരു ഫ്രൂട്ടിനെയാണ്. God is looking out for a fruit in you. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ ഒരു ആഗ്രഹം നമ്മളിൽ ഒന്ന് വർദ്ധിക്കട്ടെ. Oh, let that desire increase in you. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഫലം കഴിക്കാൻ ഇന്ന് പകലിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. Let us surrender before the Lord so that we produce a fruit how our Lord and Creator wants it. ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു. Number 1, I told you. എന്താ പറഞ്ഞത്? What did I say? ഫലമില്ലാത്ത വൃക്ഷം. Oh, the tree that doesn't produce the fruit. ഫലമില്ലാത്ത വൃക്ഷത്തിന് ഒരു അവസരം കിട്ടും കേട്ടോ. The tree that doesn't produce the fruit will get one more chance. ഒരു അവസരം കൂടെ ദൈവം തരും. One more chance he will give. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. Let's go into the second part. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. Here is a tree that gives other type of fruit. അത് അല്പം കൂടെ ഡേഞ്ചർ ആണ്. And that is little more dangerous. ഫലം കായ്ക്കാത്ത വൃക്ഷത്തെക്കാളും ഡേഞ്ചർ ആണത്. And it is more dangerous than the tree that doesn't produce the fruit. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം Isaiah chapter 5, അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 2 to 5 we read. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. Here is about a tree that produces another fruit. മോനെ ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യം. അവൻ അതിന് വേര് കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ.
ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേര് പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. മതി മതി, നമുക്കെല്ലാം സുപരിചിതമുള്ള വാക്യമാണ്. This is very known verse. ഒരിക്കൽ ഞാൻ ഇതിൽ നിന്ന് പ്രസംഗിച്ചിട്ടുമുണ്ട്. And I have preached from this also. എന്താണ് ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം? What is the tree that produces other? അതിനോട് എന്താണ് യജമാനൻ ചെയ്യുന്നത്? And what does the master do with this tree? നമ്മുടെ ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. And this is what we read in the 5th verse. യജമാനൻ വന്നിട്ട് അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. And here it says that they will take the fence off, and they shall be eaten, and break down the wall, and it shall be trodden down. എന്താണ് മതിൽ പൊളിക്കുക എന്ന് പറഞ്ഞാൽ? What does it mean by destroying or taking away the fence? എന്താണ് മതിൽ ഇടിക്കുക എന്ന് പറഞ്ഞാൽ? What does it mean that destroying the fence? ആത്മീയ അർത്ഥത്തിൽ ഒന്നേയുള്ളൂ പറയാനുള്ളൂ. There is only one thing that we can say. ദൈവം സംരക്ഷണം എടുത്തു കളയും. And God will take away all the protection from ദൈവം away. ഒരുക്കി വെച്ചിരിക്കുന്ന വേലി പൊളിച്ചു കളയും. And he will destroy all the fences around you that protect അതിനെ you. നല്ലവണ്ണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ And if you want to understand clearly, ഇയ്യോബിന്റെ ചരിത്രം പഠിച്ചാൽ മതിയാകും. we have to look into the history of Job. ഇയ്യോബിനെ തകർക്കുവാനായി പിശാച് പുറപ്പെട്ടു. And here is Satan tried to destroy Job. ഇയ്യോബിന്റെ അടുക്കൽ വന്നപ്പോഴാണ് പിശാചിന് മനസ്സിലായത്. When Satan came near to Job, he understood. അവനോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം ഒരു വേലി കെട്ടിയിരിക്കുന്നു. When he came near to them, there was a fence that protected അവൻ him. തിരിച്ച് സ്വർഗ്ഗത്തിൽ ചെന്നിട്ട് When he went back to heaven, ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, this is what he told to God. എനിക്ക് അവനെ തൊടുവാൻ കഴിയുന്നില്ല. I cannot touch him. എന്താ കാരണം? What is the reason? നീ അവനും അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. Because you have protected for him and his possessions. അതുകൊണ്ട് എനിക്ക് അവനെ തൊടാൻ കഴിയുന്നില്ല. And therefore I cannot touch him. എന്റെ പ്രിയരെ, ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, Oh my beloved, let me tell you one നമ്മൾ thing. നിൽക്കുന്നത് സ്വന്തം കഴിവ് കൊണ്ടല്ല കേട്ടോ. We are standing not because of our own strength. നമ്മൾ പോലും കാണാത്ത ഒരു വേലി എന്റെ തമ്പുരാൻ നമ്മുടെ ചുറ്റും കെട്ടിയിട്ടുണ്ട്. Our Lord, our Master has given a fence that even we cannot see. ഇന്ന് പകലിൽ അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ How many ഇരിപ്പുണ്ട്? people of the God servants are here? ഒരുപക്ഷെ എനിക്കും നിനക്കും കാണാൻ കഴിയത്തില്ല, Maybe that you and me cannot listen എന്നാൽ to it. ആത്മലോകത്തിലുള്ളവർക്ക് കാണാൻ കഴിയും. But on the spiritual world they can അത് see. പിശാചിന് കാണാൻ കഴിയും, The Satan can see അത് it. ദൈവത്തിന് കാണാൻ കഴിയും, God can see it. അത് ദൂതന്മാർക്ക് കാണാൻ കഴിയും. Angels can see it. ഇന്ന് പകലിൽ എനിക്കും നിനക്കും ചുറ്റും അവൻ വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. And let me tell you, he has protected you and me with the fence. അതുകൊണ്ടാണ് നമ്മൾ തകർന്നു പോകാതെ നിൽക്കുന്നത്. That is the reason that you are not and me are not destroyed. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ How കഴിയും? many people can praise God? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ How many കഴിയും? people can praise Him? ഓ, ഞാൻ തകരാതെ നിൽക്കുന്നത്, Oh Lord, because I'm not getting destroyed. ഞാൻ പോലും കാണാത്തൊരു വേലി ദൈവം എനിക്കായി Oh, God has ഒരുക്കിയിട്ടുണ്ട്. kept a fence before me that I cannot even see. ഹല്ലേലൂയ. Hallelujah. എന്നാൽ എന്താണ് ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തോട് ദൈവം ചെയ്യുന്നത്? But what does God do to the tree that doesn't produce the fruit that it belongs to? ദൈവം അതിന്റെ വേലി പൊളിച്ചു കളയും. God will take away the fence of it. ദൈവം അതിനെ മതിൽ ഇടിച്ചു കളയും. And his all protections he will destroy. അർത്ഥാൽ ഇത്രയുള്ളൂ, ദൈവം അതിന്റെ സംരക്ഷണം എടുത്തു കളയും. In other words, the meaning is that he will take away the protection that he gives. ഇന്ന് പകലിൽ ഇത് മറക്കരുത് കേട്ടോ. You should never forget this one. ഇത് മറക്കരുത്. And you should never forget this. ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. It is because God's protection is there that I am standing. ഇന്ന് പകലിലും പ്രിയരെ, എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. Oh, there is a correct and a redeem plan about you and me by God. നമുക്കറിയാം, ഈ ചെറുവിരലിന്റെ പ്രയോജനമല്ല ചൂണ്ടുവിരലിന്. We can see that the different fingers have different functions. ഓരോ വിരലിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. Every finger has got its own characteristics, ഇതുപോലെ functionalities. എന്നെ കുറിച്ചുള്ള ഉദ്ദേശമല്ല ദൈവത്തിന് നിന്നെ കുറിച്ച്. Oh, what God wants from me is not what God wants from എന്നെ you. കുറിച്ചുള്ള പദ്ധതികളല്ല നിങ്ങളെ കുറിച്ച്. And this is not the plans of yours, is not the plans of ദൈവത്തിന് mine. നമ്മളെ കുറിച്ച് വ്യക്തമായ
വ്യക്തമായ പ്ലാൻ ഉണ്ട്. There is a plan about God for me. ഒരിക്കലും നമ്മുടെ പ്രൊജക്റ്റ് കൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലരുതേ. Oh, never go into the God with our own project. നമ്മുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ നിന്ന് പറഞ്ഞു മേടിക്കരുത്. Oh, we should not go our own wishes from God. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ചെന്നിരുന്നിട്ട് You have to go into the presence of God. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ പ്രാർത്ഥന, You have to pray just one prayer. ദൈവമേ അങ്ങയുടെ ഹിതം എന്നിൽ വെളിപ്പെടണമേ. Oh God, let your will be done in my ഇന്ന് life. പകലിൽ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു ചെല്ലാം. Oh, let us turn back into the will of God. നമ്മുടെ പ്രൊജക്റ്റ് മാറ്റി വെച്ചിട്ട് Let our projects be taken away from ദൈവത്തിന്റെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ചെല്ലാം. Let us get into the project of our God. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് കുഞ്ഞേ. Oh, God has a plan about you. ഹല്ലേലൂയ. Hallelujah. എന്നാൽ എപ്പോഴാണ് ആ പ്ലാൻ നിറവേറുക? You know when that plan will be in fulfilled? ദൈവത്തിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ. When we produce the fruit that God wants. ഹല്ലേലൂയ. ഞാൻ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു. Oh, two parts I would ഒന്ന് say. ഫലമില്ലാത്ത വൃക്ഷം, Oh, there is a tree that doesn't produce. രണ്ടാകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. Second, the tree that produces other type. എന്തൊക്കെയാണ് ഈ ആകാത്ത ഫലങ്ങൾ എന്ന് പറയുന്നത്? What does it mean by the fruit that doesn't belong to itself? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Galatians chapter 5 we'll read. അവിടെ ആകാത്ത ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. Here we can read different types of അതിന്റെ fruits. 19-ാമത്തെ വാക്യം മുതൽ താഴോട്ട് കിടക്കുന്നത്. And let us read from the 19 onwards till below. ആകാത്ത ഫലങ്ങൾ നിങ്ങൾ എണ്ണിക്കോണം. And you have to start numbering. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇവയെല്ലാം ആകാത്ത ഫലങ്ങളാണ്. And here it reads that adultery, fornication, uncleanness, lasciviousness, idolatry, witchcraft, hatred, variance, emulations, wrath, strife, seditions, heresies, envies, murder, drunkenness, revealings, are such like of which I tell you before, as I have told you in the time past, that they which do such things shall not inherit the kingdom of God. മനസ്സിലായോ? Did you get it? എനിക്കറിയാം ഈ ഒരു വചനം അല്പം കട്ടിയുള്ളതാണ്. ഈ വചനം അല്പം കട്ടിയുള്ളതാണ്. I know that these verses are little hard. കാരണം ഇത് പറയാതെ എനിക്ക് പോകാനും പറ്റത്തില്ല. And without telling this one, I cannot go. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്നോട് ദൈവം ചോദിക്കും. And else God will ask me about this. പ്രിയരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആകാത്ത ഫലം കായ്ക്കാനല്ല. And God wants us that we should not produce a fruit other than this. ആകാത്ത ഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, And if there is any fruit that you produces that doesn't belong to you, പകലിൽ അതിനോട് വിട പറയണം. today you have to send goodbye to it. വർഷം തീരാൻ പോവാ. And there is the year is going to finish. ദൈവം ഒരു അവസരം കൂടെ തരിക. God is giving you one more chance. ആകാത്ത ഫലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, If there is anything that you produces that doesn't belong to you, പകലിൽ അതിനോട് നമുക്ക് നോ പറയാം. let us tell no to that today. മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. We are going into the third part. മൂന്നാമത്തെ ഭാഗം നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്. And this is what the word we read. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. Joseph is a person that produces good fruit. ഫലമുള്ള ഒരു വൃക്ഷം. And he is a fruitful vine. നല്ല വൃക്ഷം. And he is a good fruit. യജമാനൻ അന്വേഷിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന And വൃക്ഷം. he is the one that master really sees for. ഗലാത്യ ലേഖനത്തിന്റെ അതിന്റെ താഴത്തെ വാക്യത്തിൽ നല്ല ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. And we can see in Galatians down below after the words that we read about good fruits. എന്താണ് നല്ല ഫലങ്ങൾ? And what are the good fruits? എണ്ണിക്കോണേ. You have to now count. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. And here's a love, joy, peace, long suffering, gentleness, goodness, faith, meekness, temperance. Against such there is no law. ഇന്ന് പകലിൽ ഏതാ നമ്മളിൽ ഉള്ളത്? Can you tell me what is there in you? ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇത് രണ്ടും കൂടെ മിക്സായി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിക്കും. And you may ask, is it okay, pastor, to have both the categories? അതിന് ഞാൻ എന്നാ മറുപടി പറയും? And what should I say to that?
ഒരിക്കൽ ഒരു 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 വീരൻ എന്നോട് വന്ന് ചോദിച്ച ചോദ്യമാണ്. And there is a good man who came and asked me about this. പക്ഷേ ഈ രണ്ടും കൂടെ മിക്സ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. And we can see that I have got a mixed fruits. അതിനിപ്പോൾ എന്നെ ചെയ്യാനാ പറ്റുക? What should I do for it? ഞാൻ പറഞ്ഞു, മോനെ, ആകാത്ത ഫലത്തെ കട്ട് ചെയ്യേ. And says that, oh my dear son, the one that you do have, you produce a fruit that doesn't belong to you, cut it off. ഒരു മിക്സഡ് ഫ്രൂട്ട് അല്ല എൻ്റെ ദൈവത്തിന് വേണ്ടേ. God doesn't want a mixed fruit. ഒന്നെങ്കിൽ ആകാത്ത ഫലം കായ്ക്കണം, Or either you produce the fruit that doesn't അല്ലെങ്കിൽ belong to നല്ല you, ഫലം കായ്ക്കണം. or to produce that produces good ഇന്ന് fruit. പകൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് And God wants from us, നല്ല ഫലം കായ്ക്കുന്നവരായി. we should produce a good fruit. യോസേഫിനെ കുറിച്ച് ദൈവം പറഞ്ഞത് ഇതാണ്. And this is what Joseph was being told about. യോസേഫ് എന്ന വൃക്ഷം, And the Joseph the tree, അവൻ നല്ല ഫലം കായ്ക്കുന്നു. he always produces a good fruit. വചനത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ When we come down into the later part of those verses, എങ്ങനെയാണ് യോസേഫിന് നല്ല ഫലം കായ്ക്കാൻ കഴിഞ്ഞത്? how did Joseph happen to that produced good fruit? അതുകൂടെ പറഞ്ഞ് ഇന്ന് പകലിലെ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കും. And here is my preaching that I'm going to stop ഞാൻ now. പറയുന്ന ഈ മെസ്സേജ് നിങ്ങൾ മറക്കരുത്. And you should never forget this message. ഹല്ലേലൂയ. 3 തരം കാറ്റഗറി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. 3 types of category I told ഇനി about. നമ്മൾ കാണാൻ പോകുന്നത്, And now we are going to see, എനിക്ക് എങ്ങനെ ഈ നല്ല ഫലം കായ്ക്കാൻ കഴിയും. how can I produce a good fruit? യോസേഫിന്റെ എക്സാമ്പിളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. I'm telling you into the example of Joseph. നോക്കിക്കേ, അതിന്റെ വാക്യം ഇങ്ങനെയാണ് എഴുതുന്നത്. And this is what the verses say. യോസേഫിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, And this is what it is written about Joseph. 3 ഭാഗങ്ങളിലാണ് യോസേഫ് നല്ല ഫലം കായ്ക്കാൻ 3 മേഖലകളാണ് യോസേഫിനെ ഹെൽപ്പ് ചെയ്തത്. And we can see there are 3 different areas that it helped Joseph to produce good fruit. ഒന്ന് നീരുറവ, And second one is that ഒന്ന് നീരുറവ, and we can see the river that he found. 2 മതില്, And we can see the hedge or the fence. 3 വില്ലാളികൾ. And we can see the strong men. ഈ 3 വിഭാഗക്കാരാണ് And these are the 3 different types of people. യോസേഫിന് ഫലം പുറപ്പെടുവിക്കാനിടയായത്. And it allowed Joseph to be a fruitful vine. ഒന്നുകൂടെ ഞാൻ പറയാം. Let me tell you one more ഒന്ന് time. നീരുറവ, And first the streams. 2 വില്ലാളികൾ, And second the enemies. 3 മതില്. And the third is the fence of the hedge. എന്താണ് ഈ നീരുറവ എന്ന് പറഞ്ഞാൽ? What do you mean by the streams? അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. And it shows the Holy Spirit. ഹല്ലേലൂയ. Hallelujah. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. And this shows a Holy Spirit. എന്താണ് മതില്? And what does the hedge or the fence അത് mean? തടസ്സങ്ങളെ കാണിക്കുന്നു. It shows destructions എന്താണ് or the stoppages. എന്താണ് വില്ലാളികൾ? What does the man, the strong men, the enemies? നിനക്കെതിരെ നിൽക്കുന്നവരെ കാണിക്കുന്നു. And they show the people that stand against you. യോസേഫിന് ഫലപ്രദമായ വൃക്ഷമാകാൻ കാരണം And these are the 3 things that became fruitful for ഒന്ന് Joseph. പരിശുദ്ധാത്മാവ്. Number 1 is the Holy Spirit. ഇതൊക്കെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ When some people will come who really makes you sad, ചുമ്മാ അങ്ങ് വിഷമിപ്പിക്കും. and they will simply make you grieve, അല്ലേ? ചുമ്മാ അങ്ങ് വിഷമിപ്പിക്കുന്നു. and they will grieve you, അവരെ ഓർത്തങ്ങ് സ്തോത്രം ചെയ്യണം. and you have to always say praise God to them. അവർ നശിക്കാൻ പ്രാർത്ഥിക്കരുത്. You should never pray for them to be destroyed, അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. and you have to say praise God to them. നമ്മൾ പറയാത്തതും പറഞ്ഞതും എല്ലാം മറ്റുള്ളവരോട് പറയുമ്പോൾ And when they will tell what things that we said or not said, if they say to somebody, അവരെ കുറിച്ച് സ്തോത്രം ചെയ്യണം. and you should say to praise God to them, കാരണം ദൈവം അവരെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. because God has appointed them there. നിങ്ങൾ ആ 3 വിഭാഗക്കാരെ നോക്കിക്കേ. And 3 people, can you just understand? 2 പേര് നെഗറ്റീവ് ആൾക്കാരാണ്. 2 people are negative. കാരണം ഒന്ന് മതിൽ, അത് തടസ്സമാണ്. And we can see there's a hedge or a fence that is always a break. 2 വില്ലാളികൾ, അതും തടസ്സമാണ്. And we can see other people with the negativity. ആകപ്പാടെ പോസിറ്റീവായ ഒരാളെയുള്ളൂ, അത് ഹോളി സ്പിരിറ്റ് And ആണ്. we can see there's only one that is positive, and that's the Holy അപ്പം Spirit. ഈ പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ആൾക്കാരാണ് യോസഫിനെ ഫലപ്രദമാക്കാൻ ഇടയായത്. We can see the more than positive. We can see that he became more fruitful because of the negative. ഇന്ന് പകലിൽ നെഗറ്റീവിനെ ഓർത്ത് ഭാരപ്പെടരുത് കേട്ടോ. And that's the reason I tell you, don't be sad because of negativity. തടസ്സങ്ങളെ ഓർത്ത് ഭാരപ്പെടരുത്. And you should never be sad about things that comes against you. വിഷമിപ്പിക്കുന്നവരെ ഓർത്ത് ഭാരപ്പെടരുത്. You should never be sad because people make you sad. കാരണം ദൈവം അവരെ അവിടെ അപ്പോയിന്റ് Because ചെയ്തിരിക്കുക. God has appointed them. കാരണം ദൈവത്തിന് നിന്നിൽ നിന്ന് നല്ല ഫലം ആഗ്രഹിക്കുന്നു. Because God wants a good fruit from you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഞാൻ
ഇന്നും ഓർക്കുന്നുണ്ട്. And I remember the same thing. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ When I was back at home, ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കവലയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോവാ. and I just went down into the shop to buy something. എൻ്റെ സൈക്കിളല്ല ഞാൻ പോകുന്നത്. And I went through my cycle. അപ്പോൾ ഞങ്ങളുടെ കവലയിലോട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഭയങ്കര ഇറക്കാണ്. And we can see it was the road is steep and it went from my home to that place. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സുഖമാണ് ഒറ്റയടിക്ക് കവല ചെല്ലും. And we can see it was so easy for me that I can just rush there very fast. എന്തോ അരിയോ ഗോതമ്പോ ഒക്കെ വാങ്ങിക്കാനാണ് ഞാൻ പോകുന്നത്. And I just went down to some town to get some pulses or rice. ഞാൻ എങ്ങനെ അവിടെ ചെന്ന് വാങ്ങിച്ച് തിരിച്ചു വരിക. When I went there and came back, തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു പട്ടി എൻ്റെ നേരെ കുരച്ചുകൊണ്ട് വന്നു. and we can see without my knowing, when I was coming back, the dog barked and came across to me. എനിക്ക് തോന്നുന്ന ഒരു ഇരുട്ടായ ഒരു സമയമാണ്. And I think it was almost towards the evening. തിരിച്ചു വരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. And when you come up, it is very, very difficult. കാരണം ഒന്ന് സൈക്കിള് ചവിട്ടി കയറണം കയറ്റം. And one, you know that the cycle has to come up. രണ്ട് നമ്മുടെ പുറകിൽ അരിയുണ്ട്. And we can see there are rice and pulses behind. അതുകൊണ്ട് തിരിച്ചു വരവെന്ന് പറയുന്നത് അസാധാരണമായ പണിയാണ്. And we can see it is very difficult to climb up and come. അപ്പം ഞാൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരിക. And I just was riding cycle and ഈ പട്ടി പെട്ടെന്ന് കുരച്ചുകൊണ്ട് എൻ്റെ നേരെ വന്നു. and we can see the dog just barked and came against me. എവിടുന്നാ എനിക്ക് ശക്തി കിട്ടിയെന്ന് അറിയത്തില്ല. I don't know from where did I get this strength. ഒരൊറ്റ ചവിട്ടിന് ഞാൻ വീട്ടിലെത്തി. And with one strength I came home. ഇന്നും എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ അവിടെ ആ കയറ്റം ചവിട്ടി കയറി. Still I don't know how did I climb up that very, very steep high place. ചില പ്രതിസന്ധികൾ വരുമ്പോൾ Some problems, when it comes in, നമ്മൾ ഭയങ്കരമായിട്ട് പവർഫുൾ ആകും. we become very powerful. മനസ്സിലായോ? ചില വിഷയങ്ങളിൽ നമ്മൾ തരണം ചെയ്യുമ്പോൾ When some matters you face, നമ്മൾ ഭയങ്കര പവർഫുൾ ആകും. we become very powerful. അതുകൊണ്ട് ഇന്ന് പകലിൽ പ്രശ്നത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം. Oh, you have to tell, praise God for the problems. കാരണം നമ്മളെ പവർഫുൾ ആക്കുന്ന മീഡിയയാണത്. Because that is the media that makes us powerful. പിന്നീട് ഞാൻ അറിഞ്ഞത് And then when I understand later, ഈ പട്ടി കുരയ്ക്കത്തേ ഉള്ളൂ, and then later on, this dog will only bark. അത് കടിക്കത്തില്ല. It will never bite you. പിന്നെ ഞാൻ അവനെ എവിടെ കണ്ടാലും Then whenever I see that dog, അവിടെ ഇങ്ങ് കല്ലില്ലെങ്കിൽ അന്വേഷിച്ചു പോയി കല്ലുകൊണ്ട് ഞാൻ അവനെ എറിയും. and I used to take the stone and I will find it and I will throw at him. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഞാൻ പറഞ്ഞു വന്നതിന്റെ In summary, what I said it. പ്രിയരെ, നമ്മുടെ മുൻപിലുള്ള ഈ മതിലും ഈ വില്ലാളികളും all these hedges and the people who are against us, ഭയങ്കര വലിപ്പമുള്ളതെന്ന് നമുക്ക് തോന്നാം. we may think that they are bigger. എന്നാൽ ഒരിക്കലും ദൈവ പദ്ധതിക്ക് വിരോധമായി അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. They cannot stand against the plan of God. നിന്റെ വാഗ്ദത്തത്തിനെതിരായി അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. They cannot stand against the promise of God. ദൈവം അവരെ അവിടെ അപ്പോയിന്റ് ചെയ്തത് They have been appointed. The reason is നിന്നെ ഒന്നുകൂടെ പവർഫുൾ ആക്കാനാണ്. He wants you to become more powerful. ഇന്ന് പകലിൽ എത്ര പേർ സ്തോത്രം ചെയ്യും? How many people say praise God? ഹല്ലേലൂയ. എന്റെ പ്രശ്നത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് പറ്റും? How many people can say that thank you Lord for the problems? ആ തടസ്സത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് പറ്റും? How many people can say thank you Lord for the block? ഇന്ന് പകലിൽ വേദനകൾ നിന്നെ തകർക്കാനല്ല കേട്ടോ. Oh, those pains are not to destroy ആ you. പ്രശ്നങ്ങൾ നിന്നെ ഒതുക്കാനല്ല. Those problems are not to crush you down. ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ ഒരുക്കാനുള്ള മീഡിയമാണത്. And it says it's a medium to travel, make you travel into the plan of God. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാം? How many people can praise God? മറക്കരുത്, You should never forget. ഫലം കായ്ക്കുന്നവരാകാം. Oh, we have to be a people of fruitful. നമ്മുടെ തമ്പുരാൻ അത് അന്വേഷിക്കുകയാണ്. And our Lord is looking for it. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ Let അടച്ച്, all eyes be closed. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ. Every heart be in concentration. ഹല്ലേലൂയ. Glory to God. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുണ്ട്. എൻ പ്രിയനേ യേശുവേ രക്ഷക, നീൻ കരമെന്മേൽ വെക്ക, ശുദ്ധി ചെയ്യുകന്നെ. അറിയാവുന്ന ദൈവമക്കൾ, നിങ്ങൾക്ക് തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ഒരു സ്വയപരിശോധനയുടെ നിമിഷമാണ്. എന്നാൽ കഴിയാവുന്ന രീതിയിൽ ദൈവം എനിക്ക് തന്ന മെസ്സേജ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു.
ഞാനൊരു വലിയ വാഗ്മിയല്ല, ഞാനൊരു വലിയ പ്രസംഗകനല്ല. എന്നാൽ ദൈവം തന്ന ആ ഒരു അനോയിന്റിങ്ങിൽ ദൈവം പറഞ്ഞ ദൂത് നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. പ്രിയരെ, ചിരിച്ചു തള്ളിപ്പോകരുത്, മടുത്ത് മറുതലിച്ച് പോകരുത്. നിങ്ങളെ തന്നെ സ്വയശോധന ചെയ്യുക. To which category that I belong to? ഞാൻ ഏത് കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത്? ഇന്ന് പകലിൽ നിങ്ങളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്തേ. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണേ. നിൻ കരമൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ, എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ പാടാൻ കഴിയുമോ? എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ, നിന്റേതാണെല്ലാം. ഓ വെണ്മയായി തീരട്ടെ, നിന്റേതാണെല്ലാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അക്കരമൊന്ന് ഉയർത്തി പാടുമോ? ഓ എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, പറ കർത്താവിനോട്. ഓ റബബബ ശകലബബബ, ഓ എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അപ്പാ. എൻ പാദങ്ങൾ ദൈവഹിതമല്ലാത്തടത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് വെണ്മയായി തീരട്ടെ, ഓ എന്റേതാണെല്ലാം. വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിനോട്
അവിടുന്ന് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ശുദ്ധിയല്ല, എന്ന ശുദ്ധിയല്ല. Thank you, Holy Spirit. Oh, Rababash, Kala Rababa. Oh, എന്ന ശുദ്ധിയല്ല. എൻ കണ്ണുകൾ, എൻ കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ, കാതുകൾ, ബന്ധങ്ങൾ, 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 എൻ കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ. കർത്താവിനോട് പറ, വെണ്മയാ, വെണ്മയാ തീര യേശുവേ. ഞാൻ തിളങ്ങുന്ന പൊന്നാകട്ടെ. ഓഹോ, ഓ, എന്ന ശുദ്ധിയല്ല, ചാരമാകട്ടെ. എന്ന ശുദ്ധിയല്ല, ചാരമാകട്ടെ. നമ്മുടെ കാതുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കരങ്ങൾ, നമ്മുടെ പാദങ്ങൾ ദൈവഹിതമല്ലാത്തടത്തേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ, this is your time. ഒരു നല്ല യജമാനൻ നിനക്കുണ്ട്. ഒരു പർപ്പസിനായിട്ടാണ് കുഞ്ഞെ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചത്. അവൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. ഇന്ന് പകലിൽ അവൻ ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകലിൽ നിന്നിൽ നിന്നൊരു പ്രാർത്ഥന ഉയരട്ടെ. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കാൻ എനിക്കൊരു കൃപ തരണമേ. Let this be your prayer. Let this be your prayer. Glory to God. എന്ന ശുദ്ധി ശബല ബബ ബറഖല ബബ ബശ്റല ബബ ബശ്റല. Jesus, 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 Jesus. Oh, Shababa, Rimana Hala, Rikamana Halama, Rakolama, Rataramana, Shakalama, Horababa, Rikalama, Horababa, Shikalama, Ribalama, Jesus, Jesus.